السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله الفائزين برضا الله أما بعد. സുഹൃത്തുക്കളെ, നമുക്കറിയാം, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടിയും പറഞ്ഞും മൗലിദുകൾ പാരായണം ചെയ്തൊക്കെ നബിദിനം ലോക മുസ്ലിമീങ്ങൾ കൊണ്ടാടുകയാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ അത്രത്തോളം സ്നേഹിക്കണം എന്നുള്ളതാണ്. മുത്തുനബി നമ്മുടെ ജീവനേക്കാൾ, നമ്മുടെ ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ മുത്തുനബി നമ്മളിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാവണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനാവുക. ബഹുമാനപ്പെട്ട സൗബാന റളിയല്ലാഹു അൻഹു, നമുക്കൊക്കെ അറിയുന്നൊരു ചരിത്രമാണ് ബഹുമാനപ്പെട്ട സൗബാന റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്തൊരു ഇഷ്ടം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേർപിരിയാൻ കഴിയാത്ത രൂപത്തിലുള്ള വല്ലാത്തൊരു പ്രണയമായിരുന്നു, വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു മുത്തുനബിയോട്. അങ്ങനെ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതിരിക്കുമ്പോൾ ഒരൊറ്റപ്പെടൽ അനുഭവപ്പെടും, വല്ലാത്തൊരു പ്രയാസം അനുഭവപ്പെടും. പിന്നെ ആ പ്രയാസം നീങ്ങണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണണം. അത്രമേൽ വല്ലാത്ത വിഷമം ബഹുമാനപ്പെട്ടവർ നേരിട്ടിരുന്നു മുത്തുനബിയുടെ അസാന്നിധ്യത്തിൽ. അത്രത്തോളം വേദന ഉണ്ടാക്കുന്നതും ഒറ്റപ്പെടുത്തുന്നതുമായിരുന്നു മുത്തുനബിയുടെ അസാന്നിധ്യം അവരുടെ ജീവിതത്തിൽ. അങ്ങനെ ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സൗബാന റളിയല്ലാഹു അൻഹു വരുമ്പോൾ ആ ഒരു ദുഃഖം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വായിച്ചെടുക്കുകയാണ്. മുഖമാകെ വിവർണമായിട്ടുണ്ട്, ദുഃഖമിങ്ങനെ മുഖത്ത് തളം കെട്ടി നിൽക്കുന്നുണ്ട്, ശരീരമൊക്കെ ക്ഷീണിച്ചു പോയി. ആ രൂപത്തിൽ വല്ലാത്ത രൂപത്തിലുള്ളൊരു പ്രയാസം അനുഭവിക്കുന്ന, വല്ലാത്തൊരു മാനസികമായൊരു പ്രയാസം അനുഭവിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായപ്പോൾ മുത്തുനബി സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല സൗബാൻ, എന്താണ് സംഭവിച്ചത്? അപ്പോൾ ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, നബിയെ, ഒരു പ്രശ്നവും എനിക്കില്ല, ഒരൊറ്റ കാര്യമല്ലാതെ. മഹാനവറുകൾ പറയാണ്, നബിയെ, ഇന്നിപ്പോൾ മുത്തുനബിയെ, തങ്ങളെനിക്ക് വേർപിരിഞ്ഞിരിക്കാൻ കഴിയുകയില്ല. ദുനിയാവിലാകുമ്പോൾ എനിക്ക് വീട്ടിൽ പോയാൽ മുത്തുനബിയെ കാണണമെന്ന് തോന്നിയാൽ നേരെ ഓടി മദീനത്തേക്ക് വരാം, മദീനത്തെ പള്ളിയിലേക്ക് വരാം. പക്ഷേ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആഖിറത്തിൽ എന്തായാലും എത്തുമല്ലോ. അങ്ങനെ ആഖിറത്തിലെത്തിയാൽ ഒരു പക്ഷേ ഞാൻ സ്വർഗത്തിൽ കടക്കും. അങ്ങനെ ഞാൻ സ്വർഗത്തിൽ കടക്കുകയാണെങ്കിൽ നബിയെ, തങ്ങൾ നബിയാണ്, അമ്പിയാക്കളുടെ പദവിയിലാണ്, വലിയ ഉന്നതമായ സ്ഥാനങ്ങളിലായിരിക്കും. പക്ഷേ ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെയും അടിമകളുടെ ഏറ്റവും താഴ്ന്നതായ തട്ടിലായിരിക്കും. ആ സമയത്ത് ഉയർന്നതായ ശ്രേണിയിലുള്ള തങ്ങളെ എനിക്ക് കാണാൻ കഴിയുമോ എന്നുള്ള പ്രയാസമാണ് എന്നെ ഇങ്ങനെ വല്ലാതെ വിഷമിപ്പിച്ചത്, എന്നെ ഇങ്ങനെ ക്ഷീണിതനാക്കിയതെന്ന് മഹാനവറുകൾ പറയാണ്. എന്നിട്ട് പറയാണ്, ഇനി ഒരു പക്ഷേ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും തങ്ങളെ കാണാൻ കഴിയുകയില്ലല്ലോ എന്നുള്ളൊരു പ്രയാസമാണ് എന്നെ വല്ലാതെ അലട്ടുന്നത് എന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങളുടെ അടുക്കൽ വന്ന് പ്രയാസം പറഞ്ഞപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിറക്കുന്നത്, വമൻ യുതിഇല്ലാഹ വറസൂലഹു فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. ആരെങ്കിലും അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനും വഴിപ്പെട്ട് കഴിഞ്ഞാൽ ഫഉലൈക, അക്കൂട്ടർ, മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ, അല്ലാഹു അനുഗ്രഹം ചെയ്തതായ അമ്പിയാക്കളോടുകൂടെ, സുദ്ദീഖീങ്ങളോടുകൂടെ, ശുഹദായിൻ്റെ കൂടെയാണ് അവർ. എപ്പോൾ അള്ളാഹും അവൻ്റെ റസൂലും പറയുന്നത് വഴിപ്പെട്ട് ജീവിച്ചാൽ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഹുബ്ബ് പ്രകടമാവേണ്ട സ്ഥലം മുത്തുനബിയെ നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ പകർത്തുന്നുണ്ട്, മുത്തുനബി പറഞ്ഞത്, അള്ളാഹു പറഞ്ഞത് എത്രത്തോളം നമ്മൾ വഴിപ്പെട്ട് ജീവിക്കുന്നുണ്ട് എന്നിടത്താണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ചു തന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, അള്ളാഹു പറഞ്ഞ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. എങ്കിലേ നമ്മൾ കൊണ്ടാടുന്ന മൗലിദിനിക്കും, നമ്മൾ കൊണ്ടാടുന്ന ഈ
ഇഷ്കിൻ്റെ പാടലിനും പറച്ചിലിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല മുത്തുനബിയെ ഇത്തിബാ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.